തിരുവനന്തപുരത്തേക്കൊന്ന് പോവുകയാണ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വീണ്ടും സർക്കാർ രാജ്ഭവൻ ഏറ്റുമുട്ടൽ. രാജ്ഭവൻ നൽകിയ സുരക്ഷാ ചുമതലയ്ക്കായുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടിക സർക്കാർ വെട്ടി. 6 പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ ഇന്നലെ ഉത്തരവിറക്കിയെങ്കിലും ഉടൻ റദ്ദാക്കി. ഇറക്കിയ ഉത്തരവിന്റെയും റദ്ദാക്കിയ ഉത്തരവിന്റെയും പകർപ്പുകൾ റിപ്പോർട്ടർ ഇതാ പുറത്തുവിടുകയാണ്. ഭാരതാംബ ചിത്രത്തിന്റെ പേരിൽ ഏറ്റുമുട്ടൽ തുടരുമ്പോഴാണ് രാജ്ഭവന്റെ ആവശ്യം സർക്കാർ തള്ളുന്നത്. ഇതോടെ സർക്കാർ രാജ്ഭവൻ ഏറ്റുമുട്ടൽ രൂക്ഷമാവുകയാണെന്ന് ഉറപ്പാവുന്നു. TV പ്രസാദ് നമുക്കൊപ്പം. TV പ്രസാദ്, ഗുഡ് ഈവനിംഗ്. ഭാരതാംബ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാൻ VCയുടെ റിപ്പോർട്ട് രാജ്ഭവനിൽ ഇരിക്കുമ്പോഴാണ് ഈ പട്ടിക വെട്ടുന്നത്. കൊമ്പുകോർക്കലിലേക്ക് പോവുകയാണോ കാര്യങ്ങൾ? ഉറപ്പായും സുജിയ, സർക്കാർ രാജ്ഭവൻ പോര് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ്. രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിലാണ് തുടങ്ങിയതെങ്കിൽ അത് പിന്നീട് സെനറ്റ് ഹാളിലേക്കും തെരുവിലേക്കും നീങ്ങുന്നത് നമ്മൾ കാണുകയാണ്. അതിനിടയിലാണ് പരസ്പരം ഗവർണർ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രി ഗവർണർക്കുമെല്ലാം കത്ത് കൊടുക്കുന്ന ഒരു സ്ഥിതി, അതിന് മറുപടി കൊടുക്കുന്ന ഒരു സംഭവമെല്ലാം നമ്മൾ കണ്ടു. ക്ഷമിക്കണം സുജിയ, അതിനിടയിലാണ് ഗവർണർ കൊടുത്ത സുരക്ഷാ വിഭാഗത്തിൽപ്പെട്ട 6 പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടിക തന്നെ സർക്കാർ വെട്ടുന്നത് എന്നതാണ്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറക്കുന്നത്. രാജ്ഭവനിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചതനുസരിച്ച് 6 പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷാ വിങ്ങിലേക്ക് നിയമിക്കുന്നു. VS അരുൺ, A ഗോപകുമാർ, MS ഹിമേഷ്, S സുഭാഷ്, JB അനീഷ്, S രാജേഷ് കുമാർ എന്നീ 6 പേരുടെ പട്ടികയാണ് കൊടുത്തത്. അത് അംഗീകരിച്ച് ഇന്നലെ പൂങ്കുഴലി IPS ആണ് ഉത്തരവിടുന്നത്. പക്ഷേ ഇന്നലെ തന്നെ അഡ്മിനിസ്ട്രേഷന്റെ കാരണം പറഞ്ഞ് അത് റദ്ദാക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ ആദ്യ ഉത്തരവ് ഇറങ്ങിയതിന് ശേഷം എന്തോ ഇടപെടൽ അതിലുണ്ടായിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. രാജ്ഭവൻ കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് സാധാരണഗതിയിൽ ഉത്തരവായി പുറത്തിറങ്ങുകയാണ് പതിവ്. പക്ഷേ ഉത്തരവിറങ്ങിയ അതേ ദിവസം തന്നെ ആ ഉത്തരവ് റദ്ദ് ചെയ്യണമെങ്കിൽ ഉറപ്പായും അതിൽ വലിയ ഇടപെടലുണ്ടാകണം, സർക്കാർ അറിഞ്ഞിട്ടുണ്ടാകണം. സർക്കാരും രാജ്ഭവനും തമ്മിൽ തുടരുന്ന പോരിന്റെ തുടർച്ച തന്നെയാണ് ഈ നീക്കവും എന്നുള്ളതാണ് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. സുജയ, ഇതിലടുത്ത നീക്കം എന്താണ്? രജിസ്ട്രാർക്കെതിരായ നടപടി ഉണ്ടാകുമോ? അതല്ലേ TV പ്രസാദ് ഇനിയിപ്പോൾ അടുത്ത ഒരു ആക്ഷനായി? കാരണം ഒരു ആക്ഷന് റിയാക്ഷൻ, ആ രീതിയിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ ഇപ്പോൾ പട്ടിക വെട്ടുന്ന ആക്ഷൻ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ചലന നിയമം അനുസരിച്ചാണെങ്കിൽ റിയാക്ഷൻ അപ്പുറത്തു നിന്ന് വരണം. അത് രജിസ്ട്രാർക്കെതിരായ നടപടിയായിരിക്കുമോ പ്രസാദ്? അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സുജിയ. ഗവർണർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ രാജ്ഭവനിലുണ്ട്, സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സർക്കാരിൻ്റെ കയ്യിലുമുണ്ട്. രാജ്ഭവന് ചെയ്യാൻ പറ്റുന്നത് രാജ്ഭവൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. സർക്കാരിനും ചില കാര്യങ്ങൾ ചെയ്യാൻ അറിയാം എന്നുള്ളതാണ് രാജ്ഭവനോട് തിരിച്ച് കാണിച്ചു കൊടുക്കുന്നത്. സുരക്ഷാ വിഭാഗത്തിൽ നിന്ന് ഗവർണർ പറഞ്ഞ 6 പേരെ ഇപ്പോൾ അയക്കാൻ തയ്യാറല്ല എന്ന തീരുമാനം സർക്കാർ എടുക്കുന്നു. അങ്ങനെയെങ്കിൽ രജിസ്ട്രാറുടെ കാര്യം നമ്മൾ കാണിച്ചു തരാം എന്ന നിലപാടാണോ ഇനിയിപ്പോൾ രാജ്ഭവൻ എടുക്കുക എന്നുള്ളതാണ്. സുജിയാവിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ള സമയത്ത് തെരുവിൽ നേരിട്ടാണ് ഏറ്റുമുട്ടിയതെങ്കിൽ രാജേന്ദ്ര അർലേക്കർ എല്ലാം സൈലന്റ് ആയിട്ടാണ് പരിപാടി. രാജ്ഭവൻ കേന്ദ്രീകരിച്ചാണ് എല്ലാം. മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടെല്ലാം കാണുമ്പോൾ വലിയ സ്നേഹവുമാണ് സുജിയ. ഓക്കെ, അപ്പോൾ സ്നേഹത്തോടെയുള്ള തർക്കം അതെവിടേക്കാണ് നീങ്ങുന്നതെന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കാം. TV പ്രസാദാണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്.